നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഒരു നിർണായക ശക്തിയെക്കുറിച്ചാണ്. അതെ, നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെക്കുറിച്ചാണ്. എന്താണ് ബ്രഹ്മോസിനെ ഇത്ര സവിശേഷമാക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ അറിയാം. ആദ്യം തന്നെ എന്താണ് ഈ ബ്രഹ്മോസ് എന്ന പേരിനു പിന്നിൽ? ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയുടെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർന്നാണ് ഈ സംയുക്ത സംരംഭത്തിന് പേരിട്ടിരിക്കുന്നത്. അതെ, ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും DRDO, റഷ്യയുടെ NPO മഷിനോസ്ട്രോയനിയും NPOM ചേർന്നാണ് ഈ അത്യാധുനിക മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഇനി നമുക്ക് ബ്രഹ്മോസിന്റെ പ്രധാന സവിശേഷതകളിലേക്ക് കടക്കാം. 1. അവിശ്വസനീയ വേഗത, സൂപ്പർസോണിക് സ്പീഡ്. ബ്രഹ്മോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വേഗതയാണ്. ശബ്ദത്തിന്റെ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ, അതായത് മാക്ക് 2.8 മുതൽ 3.0 വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ബ്രഹ്മോസിന് കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മിസൈൽ ഇത്രയും വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. ഈ അതിവേഗം ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ നൽകുകയുള്ളൂ. 2. എവിടെ നിന്നും തൊടുക്കാം, വെർസറ്റൈൽ ലോഞ്ച് പ്ലാറ്റ്ഫോംസ്. ബ്രഹ്മോസിന്റെ മറ്റൊരു അത്ഭുതകരമായ കഴിവാണ് അതിന്റെ വിക്ഷേപണ വൈവിധ്യം. കരയിൽ നിന്നും, യുദ്ധക്കപ്പലുകളിൽ നിന്നും, അന്തർവാഹിനികളിൽ നിന്നും, എന്തിന് സുഖോയ് 30 MKI പോലുള്ള നമ്മുടെ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളിൽ നിന്നുപോലും ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ 3 വിഭാഗങ്ങൾക്കും ഒരുപോലെ കരുത്തു പകരുന്നു. 3. ദൂരപരിധിയിലും മുന്നിൽ, റേഞ്ച്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്ര ദൂരം വരെ ബ്രഹ്മോസിന് എത്താൻ കഴിയും? അടിസ്ഥാന മോഡലിന് 290 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. എന്നാൽ പുതിയ പതിപ്പുകൾ 400 മുതൽ 500 കിലോമീറ്റർ വരെയും അതിൽ കൂടുതലും ദൂരം താണ്ടും. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് 800 കിലോമീറ്റർ വരെ ശേഷിയുള്ള വകഭേദങ്ങളും പരീക്ഷണ ഘട്ടത്തിലാണ്. ശത്രുപാളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇത് ധാരാളം. 4. ലക്ഷ്യം തെറ്റില്ല, പ്രിസിഷൻ ഫയർ ആൻഡ് ഫോർഗെറ്റ്, അഥവാ തൊടുക്കുക, മറന്നേക്കുക എന്നതാണ് ബ്രഹ്മോസിന്റെ പ്രവർത്തന തത്വം. വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ല. ഇനേർഷ്യൽ നാവിഗേഷൻ, GPS, ആക്റ്റീവ് റഡാർ ഹോമിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ബ്രഹ്മോസ് അതിന്റെ ലക്ഷ്യം കൃത്യമായി കണ്ടെത്തി തകർക്കും. 1 മീറ്ററിന്റെ വ്യത്യാസത്തിൽ വരെ ലക്ഷ്യത്തിൽ പതിക്കാൻ ഇതിന് സാധിക്കും. 5. കരുത്തുറ്റ പോർമുന, വോഹെഡ്. 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുള്ള പരമ്പരാഗത പോർമുനകൾ വഹിക്കാൻ ബ്രഹ്മോസിന് കഴിയും. കവചിത വാഹനങ്ങളോ ബങ്കറുകളോ എന്തുതന്നെയായാലും തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ പോർമുനകൾ. 6. സാങ്കേതിക തികവ്, ടെക്നിക്കൽ ആസ്പെക്ട്സ്. 2 ഘട്ടങ്ങളുള്ള എഞ്ചിനാണ് ബ്രഹ്മോസിന്റെ കരുത്ത്. കര ഇന്ധനം ഉപയോഗിക്കുന്ന ബൂസ്റ്റർ ആദ്യഘട്ടത്തിലും ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന റാംജെറ്റ് എഞ്ചിൻ 2ാം ഘട്ടത്തിലും മിസൈലിന് ഊർജ്ജം നൽകുന്നു. ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും സമുദ്രനിരപ്പിനോട് ചേർന്ന് താഴ്ന്നുപറക്കാനുള്ള സീ സ്കെമിംഗ് കഴിവും ബ്രഹ്മോസിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ഏത് കാലാവസ്ഥയിലും രാവും പകലും ഒരുപോലെ പ്രഹരശേഷിയുള്ളതാണ് ഈ മിസൈൽ. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഒരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലും ശത്രുക്കൾക്ക് ശക്തമായ ഒരു താക്കീത് നൽകുന്നതിലും ബ്രഹ്മോസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പുകളും ഹൈപ്പർസോണിക് വേഗത കൈവരിക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസ് 2 പോലുള്ള മിസൈലുകളും നമ്മുടെ പ്രതിരോധ രംഗത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ബ്രഹ്മോസ് മിസൈലിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യയുടെ അഭിമാനമായ ഈ നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. ജയ് ഹിന്ദ്.